കൊച്ചിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ സഹോദരങ്ങളെ പിടികൂടി. മണ്ണാർക്കാട് സ്വദേശികളായ ജിൻഡോയും പ്രിൻസുമാണ് പിടിയിലായത്. എറണാകുളം നോർത്ത് പാലത്തിന് സമീപം സംശയാസ്പദമായി കണ്ടത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. പോലീസ് വാഹനത്തിന് നാശനഷ്ടമുണ്ടാക്കിയതിന്റെ വകുപ്പും ചുമത്തി. ജിൻഡോയ്ക്കെതിരെ 6ഓളം കേസുകളുണ്ടെന്നും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്നും പോലീസ് പറഞ്ഞു. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ്. പിടികൂടുമ്പോഴും കുതറി ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വാഹനത്തിന് കേടുപാടുണ്ടാക്കിയത് കൂടി, പൊതുമുതൽ നശിപ്പിച്ചതും കൂടി ചുമത്തിയിട്ടുണ്ട്. നോർത്ത് പാലത്തിന് സമീപമാണ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നത്. സഹോദരങ്ങളാണ് ജിൻഡോയും പ്രിൻസും. പോലീസ് കഷ്ടപ്പെട്ടാണ് പിടികൂടി പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മണ്ണാർക്കാട് സ്വദേശികളാണ് ജിൻഡോയും പ്രിൻസും. ഈ ജിൻഡോ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. പോലീസ് പിടികൂടി കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം വഴങ്ങുന്നില്ല. പൊതുമുതൽ നശിപ്പിച്ച വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. അത്ര എളുപ്പമല്ല ഇറങ്ങല്. പല കാര്യമുണ്ടായിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടുപേരെയും കണ്ടു. പോലീസ് ചോദ്യം ചെയ്തു, സഹകരിക്കാതിരുന്നു. ആ സമയത്ത് പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. വാഹനത്തിന് കേടുപാട് വരുത്തി. പോലീസ് രണ്ടിനെയും കൂടി തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ കയറ്റി. ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഈ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണോ ജിൻഡോയും സഹോദരൻ പ്രിൻസും? എന്തിനാണ് ഇവർ കൊച്ചിയിൽ വന്നത്? മണ്ണാർക്കാട് ഉള്ള സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനാണ് പോലീസുമായിട്ട് ഇവരെ വാക്കേറ്റത്തിലും പിന്നീട് കയ്യേറ്റത്തിലും ഒക്കെ മുതിരുന്നത്? ശരൺ, അരുൺകുമാർ, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. നോർത്ത് പാലത്തിന് സമീപത്തായിട്ട് മറ്റ് 2 പേർ തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇടപെടാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം അവിടേക്ക് എത്തിയത്. ഇതിനിടയിൽ ഈ 2 പേരും സഹോദരങ്ങളാണ്, മണ്ണാർക്കാട് സ്വദേശികളാണ്. ജിൻഡോയും പ്രിൻസും. ഈ 2 പേരും അവിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുന്നു. ഇതോടുകൂടി പോലീസ് നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു കൃത്യമായ മറുപടി നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടുകൂടി ID കാർഡ് കാണിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടപ്പോഴാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഇരുവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ 2 പേരെയും പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് ഒരുപാട് കഷ്ടപ്പെട്ട്, നാട്ടുകാരുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഈ 2 പേരെയും വാഹനത്തിലേക്ക് കയറ്റുന്നു. വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വാഹനം തകർക്കുകയും ചെയ്തു. അതിനാണ് ഇപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ വകുപ്പ് കൂടി ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സഹോദരങ്ങൾ ഒരാളായ ജിൻഡോയ്ക്കെതിരെ പോലീസ് പറയുന്നത് ഇയാൾക്ക് 6ഓളം കേസുകളുണ്ട്. ഇയാൾ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതാണ്. എന്തായാലും ഈ 2 പേരും എന്തിനു വേണ്ടിയാണ് ആ നോർത്ത് പാലത്തിന് സമീപത്തേക്ക് എത്തിയത്? എന്തെങ്കിലും ലഹരി ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണവും ഇപ്പോൾ തുടരുകയാണ്. ഓക്കെ, പോലീസിനോട് അങ്ങ് സഹകരിച്ചാൽ പോരായിരുന്നു. ഇപ്പോൾ ആവശ്യത്തിന് ഇടിയും കിട്ടി, 2 വകുപ്പും കൂടി ചുമത്തി. ഇപ്പോൾ ജയിലിലാവുന്ന സാഹചര്യവുമായി വല്ല കാര്യമുണ്ട്. ശരണാണ് നമുക്കിപ്പം ചേർന്നത് കൊച്ചിയിൽ നിന്നും.